താമരശ്ശേരിയിലെ ഷാബാസ് വധക്കേസിൽ വിദ്യാർത്ഥികൾക്കെതിരായ ആക്ഷേപം ഗൗരവതരമെന്ന ഹൈക്കോടതി. വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ പരാമർശം. കേസിൽ കക്ഷി ചേരാനുള്ള ഷാബാസിന്റെ പിതാവ് ഇക്ബാലിന്റെ അപേക്ഷ കോടതി അംഗീകരിച്ചു. നീതിപീഠത്തിൽ വിശ്വാസമുണ്ടെന്ന് ഇക്ബാൽ പ്രതികരിച്ചു. എന്നാലും നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്, നീതിപീഠത്തിൽ നിന്ന് കുറച്ച് നീതി കിട്ടും നമുക്ക് എന്നുള്ള പ്രതീക്ഷയിലാണ്. അടുത്ത 25-ാം തീയതിക്കാണ് വാദം കേൾക്കാൻ നമ്മൾ അവതരിപ്പിച്ചത്. വാദം കേൾക്കാൻ പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞ് നീട്ടി വെച്ചതാണ്. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ഷാബാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ സഹപാഠികൾക്കെതിരെ, സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ എന്ത് പരാമർശമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്? താമരശ്ശേരിയിലെ ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ ഈ പ്രതികൾക്കെതിരെ അല്ലെങ്കിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്കെതിരെയുള്ള ആക്ഷേപം ഗൗരവതരമാണ് എന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചത്. 6 പേരുടെ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഇന്ന് അവധിക്കാല സിംഗിൾ ബെഞ്ചിൻ്റെ പരിഗണനയിലാണ് ഈ ജാമ്യാപേക്ഷ വരികയും ചെയ്തത്. ഇതിൽ 6 പ്രതികളുടെയും ജാമ്യാപേക്ഷയിൽ, 6 വിദ്യാർത്ഥികളുടെയും ജാമ്യാപേക്ഷയിൽ സംസ്ഥാന സർക്കാരിനോട്, പോലീസിനോട് ഹൈക്കോടതി വിശദീകരണം തേടി. ഇവർ വിദ്യാർത്ഥികളാണ്, കുട്ടികളാണ്, അതുകൊണ്ട് തന്നെ ഈ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നത് നീട്ടിക്കൊണ്ടു പോകാനാകില്ല എന്ന് ഒരു ഘട്ടത്തിൽ ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. മാത്രമല്ല, ഇവർക്കെതിരെ ഉയർന്ന ആരോപണം ഗൗരവതരമാണ് എന്ന കാര്യവും കൂടി ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. തുടർന്നാണ് പോലീസിനോട് വിശദീകരണം തേടിയത്. വെള്ളിയാഴ്ചക്കകം മറുപടി നൽകണം, പോലീസ് റിപ്പോർട്ട് നൽകണം. തുടർന്ന് വെള്ളിയാഴ്ച വിശദമായ വാദവും കേൾക്കും. ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ ഇന്ന് ഈ കോടതി നടപടികൾ വീക്ഷിക്കാൻ വേണ്ടി ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. ഈ കേസിൽ കക്ഷി ചേരാൻ ഈ കുട്ടികളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് കക്ഷി ചേരാനുള്ള അപേക്ഷയും നൽകിയിരുന്നു. ആ അപേക്ഷ സിംഗിൾ ബെഞ്ച് അംഗീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച ഈ ഷഹബാസിന്റെ പിതാവ് ഇക്ബാലിന്റെ വാദവും കൂടി കേൾക്കും. പ്രോസിക്യൂഷനും വാദമറിയിക്കും. ഇവർ കുട്ടികളാണ് എന്ന കാര്യം കോടതിയിൽ പ്രതിഭാഗം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് കോടതി ഇക്കാര്യത്തിൽ ഇതൊരു ഗൗരവതരമായ കുറ്റകൃത്യമാണ് എന്ന കാര്യം നിരീക്ഷിക്കുകയും ചെയ്തത്. എന്തായാലും വെള്ളിയാഴ്ച ഈ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിശദമായ വാദം കേൾക്കും. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.